സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഇസ്ലാമിക രംഗപ്രവേശനം പലർക്കും അത് സഹിക്കാൻ പറ്റാതെയായി. വെട്ടേറ്റ ഹിംസ്ര ജന്തുക്കളെ പോലെയായിരുന്നു ബന്ധുക്കൾ. പ്രതികാരദായികളായി അവർ ആവേശപൂർവ്വം ഓടി വരുന്നു. കൈകളിൽ വടികളും ചാട്ടവാറുകളും ചങ്ങലകളും കയറുകളുമുണ്ട്. അവൻ ഉപദേശം കൊടുക്കുകയാണ്, മുഹമ്മദിന്റെ മതം കൈവെടിയുക, പഴയ മതത്തിലേക്ക് മടങ്ങുക, സമൂഹത്തിൽ നിനക്കുള്ള സ്ഥാനമാനങ്ങളും പദവികളും ഓർത്തെടുക്കുക, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പ് ഒഴിവാക്കുക, അവരുടെ ശത്രുത നീ വിളിച്ചു വരുത്തരുത്, അവർ ശത്രുക്കളായാൽ നിനക്കിവിടെ ജീവിക്കാനാവില്ലെന്ന് ഉസ്മാന്റെ മുഖത്ത് നോക്കിയവൻ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തന്റെ നിലപാട് വിശദീകരിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവനല്ലാതെ മറ്റൊരു ആരാധനില്ല. ഈ വാക്കുകൾ ബന്ധുക്കളെ രോഷം കൊള്ളിക്കുകയാണ്. അവർ കയറെടുത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനെ ഒരു തുണിയിൽ ബന്ധിച്ചു. കൈകാലുകൾ കയറുകൊണ്ട് കെട്ടി. ചാട്ടവാർ കൊണ്ട് ശക്തമായ അടി വെളുത്ത ശരീരത്തിൽ ചുവന്ന പാടുകൾ തീർത്തു. നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിളിച്ചു പറയൂ, എങ്കിൽ നിന്നെ വെറുതെ വിടാം. മർദ്ദകന്മാർ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ സത്യസാക്ഷ്യം വഹിച്ചാണ് ഈ സത്യത്തിലേക്ക് വന്നത്. മർദ്ദനം ആവർത്തിച്ചുകൊണ്ടിരുന്നു, പ്രഖ്യാപനം ആവർത്തിച്ചുകൊണ്ടിരുന്നു. നാളുകളോളം മർദ്ദനങ്ങളേറ്റ് ഉസ്മാൻ റളിയല്ലാഹു തളർന്നു വീണു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലെത്തി ഉസ്മാൻ അഭയം തേടുകയായിരുന്നു. ഉദാര മനസ്കനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു. മക്കയിലെ ഏറ്റവും ആദരണീയനും സമ്പന്നനുമായ വ്യക്തികളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പിതാവിൽ നിന്ന് 30 മില്യൺ ദിർഹം പാരമ്പര്യമായി ലഭിച്ച അദ്ദേഹം സമർത്ഥമായി അത് വ്യാപാരത്തിൽ ഇറക്കി വലിയ ലാഭം നേടി. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹം തന്റെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ മഹത്തരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. കാരണം മദീനയിലെത്തിയ എല്ലാ കിണറുകളിലും വെള്ളം കയ്പും ഉപ്പും നിറഞ്ഞതായിരുന്നു. ഒരു ജൂതന്റെ ഉടമസ്ഥയിലുള്ള റൂമയിലെ കിണറിൽ മാത്രമാണ് വെള്ളം ശുദ്ധമായിട്ട് ഉണ്ടായിരുന്നത്. ഈ കിണറിൽ നിന്നുള്ള വെള്ളം വിറ്റായിരുന്നു യഹൂദർ ഉപജീവനം നടത്തിയിരുന്നത്. ഈ ശുദ്ധ ജലപ്രതിസന്ധി പരിഹരിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു ഉടനെ കിണർ വിലക്ക് വാങ്ങി മുസ്ലിങ്ങൾക്ക് നൽകുകയുണ്ടായി. തബൂക്കിന്റെ പ്രചാരണ വേളയിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള വരൾച്ചയും ക്ഷാമവും അനുഭവിച്ചു. ഇതോടെ സൈനികരെ സജ്ജമായി അണിനിരത്താൻ ആവശ്യമായ സംഭാവനകൾ നൽകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 1000 സവാരി മൃഗങ്ങൾ അണിനിരന്ന ഈ പര്യവേഷണത്തിൽ 940 ഒട്ടകങ്ങളെയും 60 കുതിരകളെയും സൈന്യത്തിന് ദാനം ചെയ്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അബൂബക്കറിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾ വരൾച്ചയും പട്ടിണിയും വളരെ പ്രയാസകരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നു.